മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള കലാപാഹ്വാനം നടത്തി മതസ്പർദ്ധ വളർത്തി വലിയ തോതിൽ അത് ഉദ്ദീപിപ്പിക്കാൻ ശ്രമിച്ച മുൻ MLA PC ജോർജിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ PC ജോർജ് BJPയിലേക്ക് നേരത്തെ തന്നെ എത്തേണ്ട ആളായിരുന്നു എന്ന് വെറുതെയല്ല ആളുകൾ പറയുന്നത്. ഈരാറ്റുപേട്ടയിലുള്ളവരെയൊക്കെ വലിയ തോതിൽ അസഭ്യം പറയാൻ PC ജോർജ് ഇന്നും ഇന്നലെയുമല്ല പണ്ട് മുതലേ ശ്രമിക്കുകയായിരുന്നു. UDFിൽ നിന്നപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂറ് എങ്ങോട്ടായിരുന്നു എന്ന് വ്യക്തം. PC ജോർജും മകൻ ഷോൺ ജോർജും വലിയ തോതിൽ വർഗീയ പ്രചരണം നടത്തി അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടലാക്കോടെ നീങ്ങുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തീർത്തും അപഹാസ്യമായ രീതിയിലേക്ക്, തരം താഴ്ന്ന രീതിയിലേക്ക് പരിണമിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി, ദശാബ്ദങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ജനസംഘം സെക്കുലർ എന്ന രീതിയിൽ കൊണ്ടുപോയത് തന്നെ കമ്മ്യൂണൽ രീതിയിലേക്ക്, അതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളത് സംശയമില്ല. അതായിരുന്നു BJP PC ജോർജിൽ കണ്ട ഏക ഗുണം. അതായത് വർഗീയത പറയാൻ, വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ BJPക്ക് അത് കിട്ടിയില്ലെങ്കിൽ പോലും വായിൽ നിന്നും സെപ്റ്റിക് ടാങ്കിൻ്റെ ദുർഗന്ധം വമിപ്പിക്കുന്ന രീതിയിൽ മലീലസമായ വാക്കുകൾ ഉച്ചരിക്കാൻ ജോർജ് കഴിഞ്ഞിട്ടേ മറ്റൊരാളുള്ളൂ എന്നുള്ള രീതിയിലാണ്. ബിഗ് ബി എന്ന സിനിമയിൽ ബിലാൽ ജോൺ കുരിശിങ്ങൽ ജോർജ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനോട് പറയുന്ന ഡയലോഗുണ്ട്. വിജയരാഘവനാണ് ആ കഥാപാത്രം, പോലീസുകാരൻ്റെ കഥാപാത്രം ചെയ്തത്. ജോർജെ, മരിപ്പിനുള്ള ചായയും വടയൊക്കെ തരുന്നുണ്ട്, ഇപ്പോഴല്ല പിന്നെ. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജോർജിനെ കുറിച്ച് ട്രെൻഡായി ഇരിക്കുന്നത്. PC ജോർജ് ഇപ്പോൾ പറഞ്ഞതെല്ലാം തിരിച്ച് 8ൻ്റെ പണിയായി അദ്ദേഹത്തിന് തന്നെ കിട്ടും എന്ന് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമില്ല. വെറുതെ ഇരിക്കുമ്പോൾ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അല്ലെങ്കിലും വലിയ ത്വരയാണ് എന്ന് നാട്ടുകാർ വെറുതെ പറയുന്നതല്ല. PC ജോർജിനേക്കാൾ മുറ്റിയ ഇനമായി വളർന്നു വരാൻ ഷോൺ ജോർജ് പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഷോൺ ജോർജ് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിൻ്റെ വാർഡിൽ ജയിച്ചു. ഇക്കുറി BJP സ്ഥാനാർത്ഥിയായി അവിടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് കളയാമെന്ന ഒരു ചിന്താഗതിയിൽ നിൽക്കുകയും കൂടിയാണ്. പൂഞ്ഞാറ്റിൽ ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന ആഗ്രഹവുമായി രംഗത്തിറങ്ങിയാണ് PC ജോർജ്. വാസ്തവത്തിൽ PC ജോർജ് തുടക്കം മുതൽ തന്നെ മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് PJ ജോസഫിനെ കണ്ടുകൂടായിരുന്നു, KM മാണിയെ കണ്ടുകൂടായിരുന്നു, ആരെയും കണ്ടുകൂടായിരുന്നു. അദ്ദേഹത്തിന് ആകെ ഇഷ്ടം വർഗീയത പറയൽ മാത്രമാണ്. VS അച്യുതാനന്ദനെ പോലും മോശം പരാമർശം കൃത്യമായി പല വേദികളിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് PC ജോർജ് അതിനെ ന്യായീകരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തിനും ഏതിനും അസഭ്യം പറയുന്ന, വൃത്തികേട് മാത്രം വഹിപ്പിക്കുന്ന PC ജോർജിനെ ഇതിനെ ഇരു മുന്നണികളും തള്ളിക്കളഞ്ഞു. അതോടുകൂടിയാണ് എല്ലാ മാലിന്യങ്ങളും കൃത്യമായി വാരിക്കോരി എടുക്കുന്ന മുന്നണി രൂപമായ NDA അഥവാ BJP എടുത്തത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ സൈബർ ലോകത്ത് വരുന്ന പരാമർശം. ഏതായാലും PC ജോർജ് ഒരു മാലിന്യത്തിൻ്റെ സമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദിവസേനയുള്ള പ്രവൃത്തി കാരണം എന്നത് എല്ലാവരും പരസ്യമായി പറയുന്ന ഒരു സത്യമാണ്.